Hello, good morning. Welcome to our new financial derivative class, that is option pricing models. നമ്മൾ ഓപ്ഷൻ പ്രൈസിംഗ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽസാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് പ്രൈസിങ് ഒരു ഓപ്ഷൻ്റെ ഒരു വാല്യുവേഷൻ നടത്തുമ്പോൾ ഫെയർ പ്രൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഫെയർ പ്രൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബോത്ത് ഇൻവെസ്റ്റേഴ്സിൽ. അപ്പോൾ നമ്മളൊരു ഫെയർ ആയിട്ടുള്ള പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ട്രേഡർക്കായാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനായാലും രണ്ട് പേർക്കും കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് വാട്ട് ദ ആക്ച്വൽ വർത്ത് ഓഫ് ദ അസറ്റ് ബീയിങ് അക്വയർഡ്, എത്രയാണ് അത് ആക്ച്വലായിട്ട് കിട്ടുന്നതെന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനും അറിയണം. ട്രേഡേഴ്സിനാണെങ്കിലോ വാണ്ട് ടു ഐഡൻറ്റിഫൈ ദ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളതുമാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ രണ്ട് പേരുടെയും ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ എന്തിൽ ഫിക്സ് ചെയ്യുക, ഓപ്ഷൻ പ്രൈസിൽ ഫിക്സ് ചെയ്യുന്നത്. അതിന് പല ഓപ്ഷൻ പ്രൈസിങ് മോഡൽസ് ഉണ്ട്. പ്രധാനമായിട്ട് രണ്ട് ബേസിക് മോഡൽസാണ് വരുന്നത്. ഒന്ന് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡലും ഒന്ന് ബ്ലാക്ക് ഷൂൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡലും. ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ്ങും ബ്ലാക്ക് ഷൂൾസ് പ്രൈസിങ് മോഡലും. ഈ രണ്ട് ഓപ്ഷൻ പ്രൈസിങ് കൂടാതെ പല രീതിയിലുള്ള മെത്തേഡുകൾ വരുന്നുണ്ട്. മോണ്ടോ കാർലോ മോഡൽ, ബ്ലാക്ക് മോഡൽ, ഫൈനൈറ്റ് ഡിഫറൻസ് മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എക്സെട്ര. അതുപോലെ തന്നെ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആണുള്ളത് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ദാൻ ഒരു ഫോർമുലയേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയറാണ് അതിൽ വരുന്നത്. ബ്ലാക്ക് ഷൂൾസ് ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് കൂടുതൽ മാത്തമാറ്റിക്കൽ ഫോർമുലാസാണ് വരുന്നത്. രണ്ടിനും തിയറിറ്റിക്കൽ ആക്സെപ്റ്റ് എന്താ പറയുക, തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ടിൽ ഫെയർ വാല്യൂ ഓപ്ഷന് ഫെയർ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെന്ന് തന്നെയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ, ദാറ്റ് ഈസ് BOPM. ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ, ദാറ്റ് ഈസ് BOPM. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ബൈനോമിയൽ മോഡൽ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ ജോൺ കോക്സ്, സ്റ്റീഫൻ റോസ് ആൻഡ് മാർക്ക് റുബിൻസ്റ്റൺ ഇൻ 1979. പ്രധാനമായിട്ടും ജോൺ കോക്സ് ആണ്, പിന്നെ സ്റ്റീഫൻ റോസും ആൻഡ് മാർക്ക് റുബിൻസ്റ്റണും ഉണ്ട്. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് ദിസ് മോഡൽ ഈസ് ആൾസോ നോൺ ആസ് CRR ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ. CRR ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്നും അതറിയപ്പെടുന്നുണ്ട്. ഇതിൽ പറയുന്നത് ദിസ് മോഡൽ ഡസ് നോട്ട് പെർമിറ്റ് ആൻ അനാലിറ്റിക്കൽ സൊല്യൂഷൻ, ഇറ്റ് സോൾവ്സ് പ്രോബ്ലംസ് ന്യൂമറിക്കലി. ഇത് ന്യൂമറിക്കലായിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, ഒരു അനലിറ്റിക്കൽ വേയിലല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൈസിങ് കണ്ടുപിടിക്കുന്നത്. അണ്ടർ ദിസ് മോഡൽ വി കൺസിഡർ ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് വിൽ എയ്തർ ഗോ അപ്പ് ഓർ ഗോ ഡൗൺ ഇൻ ദ പീരീഡ്. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ പ്രൈസ് ഗോ അപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഗോ ഡൗൺ ആയിരിക്കും അണ്ടർലൈങ് asset price. Given the possible prices of the underlying asset and the strike price of an option, we can calculate the payoff of the option under these scenarios, then discount this payoff and find the value of that option as of ടുഡേ. അല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ അണ്ടർലൈങ് അസറ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസും ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ പേ ഓഫ് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പേ ഓഫ് നമ്മൾ അനലൈസ് ചെയ്യുകയും ആ ഡിസ്കൗണ്ട് പേ ഓഫിൽ നിന്ന് ഫൈനൽ വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോബബിലിറ്റീസ് using these probabilities a tree would be constructed and evaluated to finally find the price of the option. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൺസെപ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രീ മുഖേന അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഒരു ട്രീ മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദിസ് ട്രീ ഈസ് കാൾഡ് ബൈനോമിയൽ ട്രീ. ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത് ഡ്യൂറിങ് എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം ദ സ്റ്റോക്ക് വിൽ ഹാവ് ഓൺലി 2 പോസിബിൾ വാല്യൂസ്, ആൻ അപ്സൈഡ് മൂവ് ഓർ ഡൗൺ സൈഡ് മൂവ്. അപ്പോൾ ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിൽ ഒന്നില്ലെങ്കിൽ അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഹവർ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആഫ്റ്റർ സെവറൽ സച്ച് മൂവ്സ് ദ സ്റ്റോക്ക് ക്യാൻ ടേക്ക് എ ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. എന്നിരുന്നാലും ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ സെവറൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും ഒരു ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ദ ബൈനോമിയൽ മോഡൽ ബ്രേക്സ് ഡൗൺ ദ ടൈം ഓഫ് എക്സ്പിരിഷൻ ഇൻ ടു പൊട്ടൻഷ്യലി എ വെരി ലാർജ് നമ്പർ ഓഫ് ടൈം ഇൻ്റർവെൽസ് ഓർ സ്റ്റെപ്സ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ബൈനോമിയൽ മോഡൽ തന്നെ ന്യൂമറിക്കലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസിനെ ഇനീഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുകയും എന്നിട്ട് നമ്മളതിൻ്റെ വർക്കിംഗ് ഫോർവേഡ് ഫ്രം ദ പ്രസൻറ്റ് ടു എക്സ്പിരേഷൻ, നമ്മൾ പ്രസൻറ്റിൽ നിന്ന് എക്സ്പയർ ആവുന്ന വരെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും അത് അസ്യൂം ചെയ്യുന്നത് സ്റ്റോക്ക് പ്രൈസ് വിൽ മൂവ് അപ്പ് ഓർ ഡൗൺ ബൈ ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് യൂസിങ് വോളാറ്റിലിറ്റി ആൻഡ് ടൈം ടു എക്സ്പിരേഷൻ. ഓരോ സ്റ്റേജിലും അത് ഒന്നിലേക്ക് കൂടാം അല്ലെങ്കിൽ കുറയാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്.
Okay, binomial distribution of underlying stock prices. The binomial tree represents all the possible paths that the stock prices could take during the life of the option. ആ ഒരു ഓപ്ഷൻ്റെ ലൈഫ് മൊത്തം അല്ലെങ്കിൽ ഇപ്പോൾ 3 മാസം 2 മാസം പറയണമെങ്കിൽ ആ ലൈഫ് മൊത്തം ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇവിടെ ട്രീയിലൂടെ നമ്മൾ പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രീ, ദാറ്റ് ഈസ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് ദ ഓപ്ഷൻ, ദ ഫൈനൽ പോസിബിൾ സ്റ്റോക്ക് പ്രൈസസ് ആർ സിംപ്ലി ഈക്വൽ ടു ദയർ ഇൻട്രിൻസിക് വാല്യൂസ്. അങ്ങനെ ലാസ്റ്റാണ് നമ്മളതിൻ്റെ ഫൈനൽ ഓപ്ഷൻ വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്, അതിലെന്താ നോക്കാം. ഇപ്പോൾ ബൈനോമിയൽ മോഡൽ തന്നെ നമ്മൾ പറഞ്ഞു ന്യൂമറിക്കലിയാണ്, അനലിറ്റിക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് ടൈം മോഡൽ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ദർ ആർ 2 ഔട്ട്കംസ്. ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് 2 ഔട്ട്കം ഉണ്ട്. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് അപ്പ് ഓർ ഡൗൺ മൂവ്മെൻറ്റ് ഈസ് ഗവേൺ ബൈ ദ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബിക്കോസ് ഓഫ് ദിസ് ദ മോഡൽ ഈസ് കാൾഡ് 2 സ്റ്റേറ്റ് മോഡൽ. ഇപ്പോൾ 2 എന്താ പറയുക പ്രോബബിലിറ്റി അല്ലെങ്കിൽ 2 ഔട്ട്കംസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തുകൂടി പറയുന്നു, 2 സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ദ പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് കറൻറ്റ് S0 ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി 2 വാല്യൂസ്, ദാറ്റ് ഈസ് SU ആൻഡ് SD. അതാണ് നമ്മളിവിടെ ഈ ഫിഗറിൽ കാണിച്ചുള്ളത്. S0 എന്ന് പറയുന്നത് അതിൻ്റെ കറൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രൈസ് പറയുന്നു. അത് ഒന്നല്ലെങ്കിൽ SU ആവാം, അല്ലെങ്കിൽ അത് SD ആവാം. ഒന്നല്ലെങ്കിൽ അത് അപ്പ് ആവാം, അല്ലെങ്കിൽ അത് ഡൗൺ ആവാം. അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പിക്ചറിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ബൈനോമിയൽ മോഡൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു, ലെറ്റ് us assume that a stock sells for a price of ₹100, that is S0 എന്ന് പറയുന്നത് 100 ആണ് തന്നിട്ടുണ്ട്. ഇനി we assume an investment horizon of 1 year and also assume that the price of the stock at the end of the investment period S1, അതായത് S1 എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ക്യാൻ എയ്തർ ബി 25% അപ്പ്, ദാറ്റ് ഈസ് 125, ഓർ 20% ഡൗൺ, ദാറ്റ് ഈസ് 80. ഇപ്പോൾ ചിത്രത്തിൽ നോക്കുക, ഒന്നല്ലെങ്കിൽ S1 125 ആവാം, അല്ലെങ്കിൽ S1 80 ആവാനുള്ള ചാൻസ് ഉണ്ട്. വി ആൾസോ അസ്യൂം ദാറ്റ് ദ സ്റ്റോക്ക് പേസ് നോ ഡിവിഡൻഡ് ആൻഡ് ഓൾ റിട്ടേൺസ് ആർ അറൈവ്ഡ് ത്രൂ ക്യാപിറ്റൽ ഗെയിൻസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഡിവിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ആ ഒരു എന്താ പറയുക സ്റ്റോക്ക് പേസ് നോ ഡിവിഡൻഡ് റിട്ടേൺസ് ത്രൂ ക്യാപിറ്റൽ ഗെയിൻസിലൂടെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ദിസ് പൊസിഷൻ ഈസ് ഷോൺ ആസ് ഫോളോസ്. ആ പൊസിഷനാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. കണ്ടു, S00 ഒന്ന് അപ്പായി അല്ലെങ്കിൽ ഡൗൺ ആയി. ടൈം ഓഫ് എക്സ്പീരിയഷനിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ 25% അപ്പായി, അല്ലെങ്കിൽ 20% ഡൗൺ ആവുന്നുണ്ട്. സോ ദ പ്രോബബിലിറ്റി ഓഫ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഈസ് P ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ദെൻ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് 1 - V. അപ്പോൾ ആകുമ്പോൾ P ആണ്, ഡൗൺ ആകുമ്പോൾ നമ്മളതിനെ 1 - P എന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ ഒരു സിറ്റുവേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബൈനോമിയൽ ട്രീ. എന്താണ് ബൈനോമിയൽ ട്രീ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇനീഷ്യലി എ ട്രീ ഓഫ് സ്റ്റോക്ക് പ്രൈസസ് ഇസ് ഡ്രോൺ ഷോയിങ് ദ പോസിബിൾ സ്റ്റോക്ക് പ്രൈസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം ഇൻ ഫോർവേഡ് ഫോം. ദിസ് ട്രീ ഇസ് നോൺ ആസ് ബൈനോമിയൽ ട്രീ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അണ്ടർലൈൻ സ്റ്റോക്ക് പ്രൈസ്. ബൈനോമിയൽ ട്രീ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപോകും, ഒരു അതിന് ട്രീ പോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 100 പ്രൈസ് ഉണ്ട്, 120 നേരത്തെ എക്സാമിൽ പറഞ്ഞ പോലെ 120 വരാം, 80 വരാം, ചിലപ്പോൾ വേണമെങ്കിൽ 120 144 വരാം, 100 വരാം, 80 100 ആവാം, 64 ആവാം, ഓരോ പീരീഡിലും. അപ്പോൾ ഇതിനെ നമ്മളൊരു ട്രീ മുഖേന നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ ട്രീ എന്ന് പറയുന്നത്. 2 പീരീഡ് ഓഫ് ബൈനോമിയൽ ട്രീ. ഇവിടെ 2 പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കണ്ടില്ലേ, 1 പീരീഡിൽ 120 80 ഉണ്ടാവും, സെക്കൻഡ് പീരീഡിൽ 144 100 64, അങ്ങനെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. വി ക്യാൻ സീ ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് ചേഞ്ചസ് 2 times ഈച്ച് പോയിൻറ്റ് വേർ 2 ലൈൻസ് മീറ്റ്സ് ഈസ് കാൾഡ് നോഡ്. ഓരോ 2 ലൈനും കൂടി മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓരോ നോഡ് എന്ന് പറയുന്നത്. ദിസ് റെപ്രസെൻറ്റ്സ് എ പോസിബിൾ ഫ്യൂച്ചർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ആൻഡ് ദ ട്രീ ഈസ് കാൾഡ് എ ബൈനോമിയൽ ബിക്കോസ് ദ സ്പോട്ട് പ്രൈസ് അറ്റ് എവറി നോഡ് ക്യാൻ എയ്തർ മൂവ് അപ്പ് ഓർ ഡൗൺ. ഇഫ് യു ഡിനോട്ട് ദ സ്റ്റോക്ക് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് S0 ആൻഡ് SU ആസ് ദ സ്റ്റോക്ക് പ്രൈസ് ഇൻ ആൻ അപ്പ് ആൻഡ് സ്റ്റേറ്റ്, SD ആസ് ദ സ്റ്റോക്ക് പ്രൈസ് ഇൻ ഡൗൺ സ്റ്റേറ്റ്. നമ്മൾ പറയുന്നത് SU എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് അപ്പിലാണ്, SD എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് ഡൗണിലാണ്. ഇതാണ് ബൈനോമിയൽ ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ്? ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ടൈം മോഡൽ. ടൈം മോഡലാണ്. മോഡൽ നിന്നിട്ട് എല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ടൈം മോഡൽ
പിന്നെ പറയുന്നത് ദ ലെങ്ത് ഓഫ് ദ ടൈം ഇൻ്റർവൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ട്രീ. ആ ട്രീ ഏതുവരെ എത്തുന്നു അതുവരെ അതിൻ്റെ ലെങ്ത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻ്റർവൽ ബിറ്റ്വീൻ ദ നോഡ് ഈസ് ഇൻ മന്ത്സ്, ഇറ്റ് വിൽ ബി മന്ത്സ് എവരിവെയർ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ്, ഇറ്റ് വിൽ ബി ഇയേഴ്സ് എവരിവെയർ. ചിലപ്പോൾ മന്തിലാവാൻ അവസാനിക്കും, ചിലപ്പോൾ ഇയറിലായിരിക്കാം, അത് അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, then volatility remains constant throughout the tree. Volatility is the variability about the mean value of the stock price. അതിന് volatility അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ആൻ അപ്പ് മൂവ്മെൻറ്റ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് റിമെയിൻസ് ദ സെയിം ഇൻ ദ എൻറ്റയർ ട്രീ. എൻറ്റയർ ട്രീയിൽ അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവാനും ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി സെയിം ആണ്. So the next, the binomial tree is a recombinant, that is up move followed by a down move will take the stock in the same value as down move followed by an up move. Here the two paths merge or recombine. ഓക്കെ, ഇവിടെ റീകോമ്പിനൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രം നോക്കാം. ദാറ്റ് ഈസ് റീകമ്പൈനിങ് എ ട്രീ. ഇതിനാണ് നമ്മൾ റീകോമ്പിനൻ്റ് എന്ന് പറയുന്നത്. അതായത് എൻ അപ്പ് മൂവ് ഫോളോഡ് ബൈ എ ഡൗൺ മൂവ് വിൽ ടേക്ക് ദ സ്റ്റോക്ക് ടു ദ സെയിം വാല്യൂ ആസ് ഡൗൺ മൂവ് ഫോളോഡ് ബൈ എൻ അപ്പ് മൂവ്. ഒരു അപ്പ് മൂവും ഒരു ഡൗൺ മൂവും ഉണ്ടായിരിക്കും, അത് നമ്മൾ രണ്ടിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും കൂടി മെർജ് ചെയ്ത് വരുന്ന ഒരു നോഡ്, അതാണ് റീകോമ്പിനൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻ പ്രൈസ് is determined by backward process calculation, working back from the expiration to the present. ചില രീതിയിൽ നമ്മളിത് ബാക്ക്വേർഡ് ആയിരിക്കും, അതായത് എക്സ്പയർ ഡേറ്റ് മുതൽ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പ്രസൻറ്റിലേക്ക് ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നുണ്ടാവുക. ഇതാണ് എ റീകമ്പൈനിങ് ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അസംഷൻസ് ഓഫ് ദ ബൈനോമിയൽ മോഡൽ. എന്താണ് അസംഷൻസ് ഓഫ് ദ ബൈനോമിയൽ മോഡൽ? ബൈനോമിയൽ മോഡൽ ഹാസ് സം സെർട്ടൻ അസംഷൻസ്. കുറേ അസംഷൻസ് ഉണ്ട്. പറയുന്നത് ദ കറണ്ട് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ക്യാൻ ടേക്ക് ഓൺലി ടു പോസിബിൾ വാല്യൂസ്, ദാറ്റ് ഈസ് എൻ അപ്പർ വാല്യൂ ആൻഡ് ദ ലോവർ വാല്യൂ. കറണ്ട് സെല്ലിംഗ് പ്രൈസ്, സ്റ്റോക്കിൻ്റെ കറണ്ട് സെല്ലിംഗ് പ്രൈസ് എടുക്കുന്നത് രണ്ട് രീതിയിൽ മാത്രമാണ്. ഒന്ന് അപ്പ് വാല്യൂയും ഒന്ന് ഡൗൺ വാല്യൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ അസംഷൻ പറയുന്നത് എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്സിസ്റ്റ്. ഇതൊരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ടാക്സസ് ഓൺ മെർജിൻ റിക്വയർമെൻറ്റ്സ്. മെർജിൻ അല്ല, മാർജിൻ റിക്വയർമെൻറ്റ്സ്. അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നില്ല, ടാക്സസ്, മാർജിൻ റിക്വയർമെൻറ്റ്സ് ഒന്നും എന്തിൽ വരുന്നില്ല, ഈ ഒരു ഓപ്ഷൻ പ്രൈസിങ്ങിൽ വരുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ലെൻഡ് ഓർ ബോറോ അറ്റ് ദ റിസ്ക്ലെസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് ദ ഓൺലി ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവൈലിംഗ്. ഓക്കെ, റിസ്ക്ലെസ് ആയിട്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ്, ദ സെക്യൂരിറ്റീസ് ആർ ട്രേഡബിൾ ഇൻ ഫ്രാക്ഷൻസ്. സെക്യൂരിറ്റീസ് എപ്പോഴും എന്താണ്, ഫ്രാക്ഷൻസ് ട്രേഡ് ചെയ്യാനുള്ളതാണ്. അതായത് സെക്യൂരിറ്റീസ് ആർ ട്രേഡബിൾ ഇൻ ഫ്രാക്ഷൻസ്, ദാറ്റ് ഈസ് ദേ ആർ ഡിവിസിബിൾ ഇൻഫിനിറ്റ്ലി. ചിലപ്പോൾ ചില കേസുകൾ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എവിടെ സംഭവിക്കുന്നത്, പെർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷനിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ അപ് സ്വിങ് ഡൗൺ സ്വിങ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസസ് ആർ പ്രെഡിക്റ്റബിൾ. എപ്പോഴും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റോ അപ്പ് സ്വിങ്ങോ ഡൗൺ സ്വിങ്ങോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നു ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദ നെക്സ്റ്റ്, ദ എക്സസൈസ് പ്രൈസ് ഈസ് ഇ. എക്സസൈസ് പ്രൈസ് എന്താണ്, ഇ ആണ്. എല്ലാം ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല, ടെക്സ്റ്റും കൂടി നിങ്ങൾ നോക്കുക. അതിൻ്റെ എക്സസൈസ് പ്രൈസിന് നമ്മൾ പറയുന്നതാണ് ഇ. സോ binomial model will consider the time to expiry of an option as being 1 period, 2 periods and multiple periods. അല്ലേ? ഓക്കെ, ഓപ്ഷൻ 1 പീരീഡ്, 2 പീരീഡ്, മൾട്ടിപ്പിൾ പീരീഡ് ഒക്കെ നമുക്ക് എന്തിൽ സാധിക്കും, ബൈനോമിയൽ മോഡലിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയിരുന്നത്, ഓപ്ഷൻ പ്രൈസിങ് മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ഓപ്ഷൻ പ്രൈസിങ് മോഡൽ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അത് ഡെവലപ്പ് ചെയ്തത് ആരൊക്കെയാണ്, അതെന്താണ്, പിന്നെ അതിൻ്റെ പോസിബിൾ മൂവ്മെൻറ്റ്സ്, പിന്നെ അതിന് 1 സ്റ്റെപ്പ് സിംഗിൾ പീരീഡ്, ഇതിൻ്റെ ബൈനോമിയൽ ട്രീ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ റീകമ്പൈനിങ് ട്രീ എന്താണ്, അതിൻ്റെ അസംഷൻസ്. ഓക്കെ.
ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക് യു.